പാരിറ്റി ചെക്ക് മെട്രിക്സ്. അടുത്തത് ഒരു പാരിറ്റി ചെക്ക് മെട്രിക്സ് എന്ന് പറഞ്ഞ ഒരു ടേം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാരിറ്റി ചെക്ക് മെട്രിക്സ്. പാരിറ്റി ചെക്ക് മെട്രിക്സ് എന്ന് വെച്ചാൽ എച്ച് ആണ്. ഈ പാരിറ്റി ചെക്ക് മെട്രിക്സിന്റെ ഉപയോഗം നമ്മൾ സാധാരണ റിസീവിംഗ് കേസിലാണ് വരുന്നത്. കാരണം പാരിറ്റി ചെക്ക് മെട്രിക്സിൽ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും, ഒരു പ്രോപ്പർട്ടി പഠിക്കും. ട്രാൻസ്മിഷൻ എറർ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ, അത് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നെക്സ്റ്റ് ടോപ്പിക് ആണ്. ഇപ്പൊ പാരിറ്റി ചെക്ക് മെട്രിക്സ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ചെക്കിംഗ് ആണ്. എറർ ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ മെട്രിക്സ് ഉപയോഗപ്പെടും. എറർ ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ മെട്രിക്സ് ഉപയോഗപ്പെടും. അതുകൊണ്ടാണ് പാരിറ്റി ചെക്ക് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, റിസീവറില് ഇത് ഉപയോഗപ്പെടും. റിസീവറിലാണ് പാരിറ്റി ചെക്ക് മെട്രിക്സ് ഉപയോഗപ്പെടുന്നത്. അപ്പോ ട്രാൻസ്മിറ്ററിനനുസരിച്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞു, ഒരു പർട്ടിക്കുലർ ട്രാൻസ്മിറ്ററിനനുസരിച്ചിട്ടാണ് അതിന്റെ റിസീവർ ഡിസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ. ഒരു പർട്ടിക്കുലർ ട്രാൻസ്മിറ്ററിന് അനുസരിച്ച് തന്നെയാണ് ഒരു റിസീവർ ഡിസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ പാരിറ്റി ചെക്ക് മെട്രിക്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഹാവിംഗ് സം റിലേഷൻ വിത്ത് അവർ ജനറേറ്റർ മെട്രിക്സ്. ജനറേറ്റർ മെട്രിക്സ് വെച്ചിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? കോഡ് വേർഡ് ഇസ് ഈക്വൽ ടു മെസ്സേജ് ഇൻറ്റു ജനറേറ്റർ മെട്രിക്സ് അല്ലെ. സി ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു ജി. ആലോചിക്കുക, സി ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു ജി ആണ്. സി ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു ജി. നോക്കുക, സി ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു ജി ആണ്. അപ്പോ ജനറേറ്റർ മെട്രിക്സ് അനുസരിച്ചിട്ടാണ് കോഡ് വേർഡ് ഫോം ചെയ്യുന്നത്. ഏതെന്ന്? മെസ്സേജിൽ നിന്ന് കോഡ് വേർഡ് ഫോം ചെയ്യുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ജനറേറ്റർ മെട്രിക്സ്. അപ്പൊ ഈ അയച്ച സാധനത്തിന് വല്ല എറർ ഉണ്ടോ ഇല്ല എന്നൊക്കെ അറിയാൻ ചെക്ക് ചെയ്യുന്ന സാധനമാണ് പാരിറ്റി ചെക്ക് മെട്രിക്സ്. അപ്പൊ അത് എങ്ങനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളത്, ഇപ്പൊ ഒരു ജനറേറ്റർ മെട്രിക്സ് ഉണ്ട് അല്ലെങ്കിൽ പാരിറ്റി ഉണ്ടെങ്കിൽ എങ്ങനെ പാരിറ്റി ചെക്ക് മെട്രിക്സ് ഫോം ചെയ്യാന്നുള്ളതാണ് ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ജനറേറ്റർ മെട്രിക്സ് നമുക്കറിയാം, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് k കോളംസ് n - k. ഇനി പാരിറ്റി ചെക്ക് മെട്രിക്സിനെ h കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. പാരിറ്റി ചെക്ക് മെട്രിക്സിൽ എന്തൊക്കെ എലമെന്റ് ആണ് ഉള്ളതെന്ന് ചോദിച്ചാൽ പി ട്രാൻസ്പോസും i n - k ആണ്. പി ട്രാൻസ്പോസും i n - k ആണ്. അതായത് ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് സൈസ് n - k അല്ലെങ്കിൽ n - k റോയും n - k കോളവും ഉണ്ടെന്ന് പറയാം. വേറൊരു രീതി പറഞ്ഞാൽ എന്താണ്? ആർ അല്ലെ, ആൽഫബറ്റ് ആർ ആണ്. ആർ റോസും ആർ കോളവും ഉണ്ടെന്ന് പറയാം. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു n - k എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ആർ അല്ലെ. ആർ റോസും ആർ കോളവും ഉണ്ടെന്ന് പറയാം. അപ്പൊ ഇതിന്റെ സൈസ് പി ട്രാൻസ്പോസും i n - k ആണ്. ഇതും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം നമുക്ക് പിയുടെ സൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ജനറേറ്റർ മെട്രിക്സ് k/k ആണെങ്കിൽ പിയുടെ റോയുടെ എണ്ണം kയും പിയുടെ കോളത്തിന്റെ എണ്ണം എന്താണ്? പിയുടെ കോളത്തിന്റെ എണ്ണം n - k ആണെന്ന് പറഞ്ഞു. സംശയമില്ലാത്ത കാര്യം. അപ്പോ പി ട്രാൻസ്പോസിന്റെ സൈസ് എന്താവും? ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ മെട്രിക്സ് ഫോംഡ് ബൈ ഇന്റർചേഞ്ചിങ് ദി റോസ് ആസ് വെൽ ആസ് കോളംസ് അല്ലെ. റോസും കോളമും ഇന്റർചേഞ്ച് ചെയ്യുന്നതാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പൊ പിയുടെ റോയുടെ സൈസ് kയും കോളത്തിന്റെ സൈസ് n - k ആണെങ്കിൽ പി ട്രാൻസ്പോസിന്റെ റോയുടെ സൈസ് എന്താണ്? n - k ആയിരിക്കും. പി ട്രാൻസ്പോസിന്റെ റോയുടെ സൈസ് n - k ആയിരിക്കും. അതേപോലെ അതിന്റെ കോളത്തിന്റെ സൈസ് അപ്പൊ എന്താണ്? കോളത്തിന്റെ സൈസ് kയും ആയിരിക്കും. ഓക്കെ ആണല്ലോ. പി ട്രാൻസ്പോസിന്റെ k ആണ്, സ്മോൾ k ആണ് എഴുതിക്കുന്നത്. അപ്പോ ഇത് n - k കോളവും n - k റോയും k കോളവും ആയിരിക്കും പി ട്രാൻസ്പോസിനുള്ളത്. എങ്ങനെ വന്നെന്നറിയാം? പിയുടെ നമുക്കറിയാം, പിയുടെ റോ എന്ന് പറഞ്ഞാൽ kയും പിയുടെ കോളം എന്ന് പറഞ്ഞാൽ n - k ആണ്. അപ്പൊ പി ട്രാൻസ്പോസിന്റെ റോ എത്രയാ? n - k. കോളം എത്രയാ? k. അത് തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ അകത്ത് രണ്ടെണ്ണം ഒരുമിച്ചാണ് എഴുതിയിരിക്കുന്നത് അല്ലെ. രണ്ടെണ്ണം, പകുതി ഒരു ഭാഗവും പകുതി വേറെണ്ണമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് രണ്ടിന്റെ റോ ഈക്വൽ ആയിരിക്കണം അല്ലെ. കാരണം ഒരെണ്ണം ഇവിടെ എഴുതുമ്പോൾ 3 റോ ആണ് ഉള്ളതെങ്കിൽ അടുത്തതിന് 2 റോ ഉള്ള എണ്ണം വെച്ച് എഴുതാക്കത്തില്ല, അതൊരു മെട്രിക്സ് ആകത്തില്ല. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഒരു മെട്രിക്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ രണ്ടിനും ഈക്വൽ റോസ് ആയിരിക്കണം അവിടെ ഉള്ളത്. സോ നമുക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ പറയാം, ദി സൈസ് ഓഫ് ഐഡന്റിറ്റി മെട്രിക്സ് വിൽ ബി n - k. കാരണം എന്താണ്? P
പി ട്രാൻസ്പോസിന്റെ നമ്പർ ഓഫ് റോസ് n മൈനസ് കെ ആണ്. അപ്പൊ അതിന്റെ കൂടെ വരുന്ന ഐഡന്റിറ്റി മെട്രിക്സിന്റെ സൈസ് എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ആൾസോ ഹാവ് n മൈനസ് കെ റോസ്. ഐഡന്റിറ്റി മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആണ് എപ്പോഴും. സോ ഇറ്റ് ഈസ് ഹാവിംഗ് n മൈനസ് കെ കോളം ആസ് വെൽ. ക്ലിയർ ആയല്ലോ? അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും എച്ചിന്റെ സൈസ് എത്രയെന്ന് അറിയാം. കാരണം റോയുടെ എണ്ണം എച്ചിന്റെ ജനറൽ ആയിട്ട് എഴുതുമ്പോൾ എന്താണ് റോ? എന്താണ് റോ? വിൽ ബി n മൈനസ് കെ. അപ്പൊ n മൈനസ് കെ ആണ്. n മൈനസ് കെ അല്ലെങ്കിൽ r എന്ന് പറയാം അല്ലെ. റോയും ഉണ്ട്. എത്ര കോളം ഉണ്ടെന്ന് വെച്ചാൽ നോക്കിയേ. പി ട്രാൻസ്പോസിന് കെ കോളം. അപ്പൊ ആദ്യത്തേന് കെ കോളം, രണ്ടാമത്തെ ഐയുടെ നമുക്കറിയാം n മൈനസ് കെ ആണ്. അപ്പൊ കെ പ്ലസ് n മൈനസ് കെ. കെ പ്ലസ് n മൈനസ് കെ എന്ന് വെച്ചാൽ എന്താണ്? കെ പ്ലസ് n മൈനസ് കെ. സോ ഇറ്റ് വിൽ ബി n. അപ്പൊ എച്ചിന്റെ സൈസ് ചോദിച്ചാൽ n മൈനസ് കെ റോസും n കോളം ആണ്. അല്ല റിഡൻഡന്റ് വെച്ച് പറഞ്ഞാൽ n മൈനസ് കെക്ക് വരെ r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എച്ചിന്റെ സൈസ് h r അല്ലെ. r എന്ന് വെച്ചാൽ n മൈനസ് കെ എന്ന് എല്ലാവർക്കും അറിയാം. r റിഡൻഡന്റ് ബിറ്റ്സ് എന്നാണ് r കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. r ഇൻറ്റു n. സോ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. എച്ചിന്റെ r ഇൻറ്റു n ആണ്. എച്ചിന്റെ r ഇൻറ്റു n ആണ് എച്ചിന്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഇതും വേണമെങ്കിൽ ഒരു കോഡ് വല്ലതും വെച്ച് ഓർത്ത് വെക്കാം. കോഡ് വെച്ചില്ലെങ്കിൽ ഓർമ്മ വരും. ഇങ്ങനെ ജസ്റ്റ് പെട്ടെന്ന് എഴുതണമെങ്കിൽ ഓർമ്മിക്കാൻ വേണ്ടി എച്ച് ആർ ഇതിനെന്നോ അങ്ങനെ നമ്മളെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ n ആണ് വരുന്നതെന്ന് മാത്രം ഓർത്താൽ മതി. HR അല്ല, HR എന്ന് പറയില്ല. അപ്പൊ HR ആയിട്ട് വർക്ക് ചെയ്യുന്ന പറയുന്നത് നമുക്ക് HR നിതിനെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. HR നിതിനോ അല്ലെങ്കിൽ ഹരിനാഥ് എന്ന് പറഞ്ഞാലും മതി. ഞാൻ ചിലപ്പോ ഹരിനാഥ് എന്ന് പറയുന്നത് ഹരി അല്ലെ. ഹരി HR ഹരിനാഥ് എന്നോ HR നിതിനെന്നോ. അപ്പൊ HR നിതിനെന്നാകുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ല. അല്ലെങ്കിൽ HR നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ വെച്ചിട്ട് പലരും കാണുമല്ലോ. അത് ഇപ്പോഴേക്കും പഠിക്കുക. HR അപ്പൊ അത് ഓർക്കുക. പിന്നെ ആ n എന്നുള്ള സാധനത്തിൽ ഒരു R കയറി വരരുത്. കൺഫ്യൂഷൻ ഉണ്ടാവാത്ത ഒരു പേരായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിതിനെന്നോ വല്ലതും പറഞ്ഞത്. അതിന് വേറെ ഒന്നും വരുന്നില്ല. HR അല്ലെങ്കിൽ HR നിതിൻ. നമുക്ക് ഈ ബോർഡിന്റെ ആവശ്യം പോലും യഥാർത്ഥം ഇല്ല. കാര്യം GKN ജി കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് പിയുടെ സൈസ് അറിയാം. ഉറപ്പായിട്ടും അറിയാം. പി അറിയാമെങ്കിൽ പി ട്രാൻസ്പോസ് അറിയാം. റോസ് ഈക്വൽ ആവാൻ വേണ്ടി ഐയുടെ സൈസും കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒരു കോഡ് ഒരു എളുപ്പത്തിനും കൂടെ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഈ കോഡ് പഠിച്ചില്ലെങ്കിൽ പോലും നമ്മൾ നേരത്തെ പഠിച്ചത് വെച്ച് എഴുതാം. അല്ലെങ്കിൽ HRN അല്ലെങ്കിൽ ഹരിനാഥ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, ശരി. അപ്പോ എച്ചില് ഉള്ളത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞാൽ പി ട്രാൻസ്പോസ് ആണ്. അപ്പൊ ഈ സാധനം ഞാൻ തിരിച്ചെഴുതുക അല്ലെ. എച്ച് എന്ത് കിട്ടും? എച്ച് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഇന്റർചേഞ്ചിങ് ദിസ് പാരിറ്റി, ഇന്റർചേഞ്ചിങ് ദി റോ ആൻഡ് കോളം ഓഫ് പാരിറ്റി മെട്രിക്സ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് റോ എടുത്ത് ഞാൻ ഫസ്റ്റ് കോളം ആയിട്ട് എഴുതി P11, അടുത്ത P12 ഉണ്ടല്ലോ. ഇവിടുത്തെ P12 എടുത്ത് P12, അടുത്ത എക്സെട്രാ അപ് ടു P1n - k ആയിട്ട് എഴുതി. അതേപോലെ അടുത്ത സെക്കൻഡ് റോ എടുത്ത് സെക്കൻഡ് കോളം ആയിട്ട് എഴുതി P21. സിമിലർലി എക്സെട്രാ ടു P2n - k അങ്ങനെ പോയി അവസാനത്തെ PK1 ആണ്. PK1 എഴുതി, PK2 എഴുതി എക്സെട്രാ ടു BKn - k. ശരി. അപ്പൊ പി ട്രാൻസ്പോസ് എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ് വേണ്ടത്? IN - k അല്ലെങ്കിൽ നമുക്കറിയാം IR അല്ലെ. IN - k അല്ലെങ്കിൽ IR ആണ്. അപ്പോൾ n - k കോളവും റോയും ഉള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ്. അതാണ് എഴുതിയിരിക്കുന്നത്. n - k റോയും കോളം ഉള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ്. ഇപ്പൊ 1 0 0 0 പോവും, 0 1 0 0 പോവും, 0 0 1 പോവും, അങ്ങനെ എക്സെട്രാ അപ് ടു ലാസ്റ്റ് 1 0 0 0 0 0 1 ഐഡന്റിറ്റി മെട്രിക്സ് എഴുതി. ദിസ് H മെട്രിക്സ് ഈസ് നോൺ ആസ് പാരിറ്റി ചെക്ക് മെട്രിക്സ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എറർ കറക്ഷൻ. എറർ കറക്ഷൻ എന്ന് മാത്രം പറഞ്ഞാൽ കുറെ എറർ കറക്റ്റ് ചെയ്യണമെങ്കിൽ ഡിറ്റക്ട് ചെയ്യണം. അപ്പൊ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എറർ ഡിറ്റക്ഷൻ ആസ് വെൽ ആസ് കറക്ഷൻ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എറർ ഡിറ്റക്ഷൻ ആസ് വെൽ ആസ് കറക്ഷൻ. ക്ലിയർ ആയല്ലോ? അപ്പൊ അതാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ശരി. ഇനി നമുക്കൊരു പ്രോപ്പർട്ടി പറയാനുണ്ട്. പ്രൂവ് ദാറ്റ് CH ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു 0. CH ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു 0. CH ട്രാൻസ്പോസ് 0 എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം അത് തുടങ്ങുന്നത് H നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് നമ്മൾ H.
അപ്പൊ എച്ച് ട്രാൻസ്പോസ് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ യൂസിങ് ഇറ്റ് ക്യാൻ ബി അല്ലെ എന്താണ് ഫോംഡ് ബൈ ഇന്റർചേഞ്ചിങ് ദി റോസ് ആൻഡ് കോളംസ് അല്ലെ. റോയും കോളവും കൂടെ ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്ക് എച്ച് ട്രാൻസ്പോസ് കിട്ടും. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് വെച്ചാൽ ഇന്റർചേഞ്ചിങ് റോ ആൻഡ് കോളം. അപ്പോൾ എച്ച് ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളം ആയിട്ട് എഴുതിയാൽ മതി. ഇതിന്റെ ഫസ്റ്റ് റോ P11, P21, PK1 അതൊക്കെ എടുത്ത് എന്ത് ചെയ്തു P11, P12 എക്സെട്രാ ടു P1n-k ഫസ്റ്റ് കോളം. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് കോളം എടുത്തത് ഇതിന്റെ ഫസ്റ്റ് കോളം എടുത്തേ P11, P12 എക്സെട്രാ ടു P1n-k റോ ആയിട്ട് എഴുതി. ഏതിന്റെ എച്ച് ട്രാൻസ്പോസിന്റെ സിമ്പിൾ ആണ് അല്ലെ. P11, P12 എക്സെട്രാ ടു P1n-k ഫസ്റ്റ് റോ ആയിട്ട് എഴുതി. അതേപോലെ സിമിലർലി അടുത്ത കോളം എടുത്ത് അടുത്ത റോ ആയിട്ട് എഴുതുക. തിരിച്ചോ മറിച്ചോ എഴുതുക. ഇതിന്റെ റോ എടുത്ത് മറ്റൊരു കോളം ആയിട്ട് എഴുതിയാലും ഇതിന്റെ കോളം എടുത്ത് മറ്റൊരു റോ ആയിട്ട് എഴുതിയാലും ഒരേ സാധനം തന്നെ വരും. അപ്പൊ ഒരു കാര്യം ഓർക്കുക, എച്ച് ഇതായിരുന്നു. എച്ചിന്റെ സൈസ് HR നിതിൻ അല്ലെ. HR നിതിൻ ആണെങ്കിൽ അല്ലെങ്കിൽ HRN അല്ലെങ്കിൽ HR നിതിൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഹരിനാഥ് ആണെങ്കിൽ എന്താണ് എച്ച് ട്രാൻസ്പോസ് ആകുമ്പോ എന്ത് കിട്ടും എന്ന് വെച്ചാൽ HRN ആയിരുന്നു നേരത്തെ എങ്കിൽ ഇപ്പൊ കിട്ടുന്ന എന്തായിരിക്കും HNR ആയിരിക്കും കിട്ടുന്നത്. HNR കാര്യം എന്താണ് ട്രാൻസ്പോസ് ആകുമ്പോൾ നേരെ തിരിഞ്ഞു വരും അല്ലെ. അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് കോളം എന്ന് പറഞ്ഞാൽ അല്ലെ നമ്പർ ഓഫ് റോസ് എത്രയാണ്? നമ്പർ ഓഫ് റോസ് ഇസിക്കൽ n. അത് നമുക്ക് എഴുതിയില്ലെങ്കിൽ പോലും നമുക്ക് കിട്ടും. കാരണം എന്താ നോക്കിയേ, ഈ കോളം അല്ലെ ഇവിടത്തെ ഈ റോയാണ് കോളമായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോ ആദ്യം കെ കോളം പാരിറ്റി മെട്രിക്സ് കെ. ഇവിടെ ഇപ്പൊ എന്താണ് കെ കോളമാണ്. ശ്രദ്ധിക്കുക, ഒന്നുകൂടെ പറയാം. ഇവിടത്തെ ഈ ഫസ്റ്റ് റോ എന്ന് വെച്ചാൽ ഫസ്റ്റ് റോയിലെ എല്ലാ കോളവും എടുത്ത് അവിടെ എന്തായിട്ട് എഴുതിയിരിക്കും ഇവിടത്തെ ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അവിടത്തെ ഫസ്റ്റ് കോളത്തിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ കെയും n-k ആണ്. ഇവിടത്തെ ഫസ്റ്റ് റോ എടുത്ത് ഇവിടത്തെ ഫസ്റ്റ് കോളമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അവിടത്തെ ഫസ്റ്റ് റോ എടുത്തെന്ന് വെച്ചാൽ ഫസ്റ്റ് റോയിലെ എല്ലാ കോളവും എടുത്ത് ഇവിടത്തെ ഫസ്റ്റ് കോളത്തിലെ എല്ലാ റോയും ആയിട്ട് എഴുതിയിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇങ്ങനെ വരും. അപ്പൊ നേരത്തെ പാരിറ്റി കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ആ കെ ഇവിടെ എഴുതി, n-k ഇവിടെ എഴുതി. ഇതാ നോക്കിയാൽ മതി, ക്ലിയർ ആണ്. ഇവിടത്തെ കോളം ബിക്കംസ് അവിടത്തെ റോ, ഇവിടത്തെ റോ ബിക്കംസ് അവിടത്തെ കോളം. അപ്പൊ ഇവിടെ എത്ര കോളം ഉണ്ടായിരുന്നു? കെ കോളവും n-k കോളവും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എഴുതുമ്പോ കെ റോയും n-k റോയും ഉണ്ട്. ആ രീതിയിൽ എഴുതി. സംശയമില്ലാർക്കും അതേപോലെ ഓരോ എലമെന്റും എഴുതാം, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ. ഇവിടത്തെ ഫസ്റ്റ് റോ എടുത്ത് അവിടുത്തെ ഫസ്റ്റ് കോളം എഴുതുക. ഇവിടുത്തെ സെക്കൻഡ് റോ എടുത്ത് അവിടുത്തെ സെക്കൻഡ് കോളം എഴുതുക. ഇവിടുത്തെ തേർഡ് എടുത്ത് അങ്ങനെ എഴുതി ഇവിടത്തെ ലാസ്റ്റ് റോ എടുത്ത് അവിടുത്തെ ലാസ്റ്റ് കോളം ആയിട്ട് എഴുതുക. അപ്പൊ നോക്കിയേ P1 n-k, P2 n-k ഇതായിരിക്കും ലാസ്റ്റ് കോളം എന്ന് പറയുന്നത്. അതാ നോക്കിയേ P1 n-k, P2 n-k എക്സെട്രാ Pk n-k വന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ 0 എക്സെട്രാ 1, കുറെ 0 എക്സെട്രാ 1. അത് അതേ സാധനം എഴുതി. ക്ലിയർ ആയല്ലോ. ഇപ്പൊ നമ്മളെ കയ്യിൽ CH ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ നമ്മളെ ഇപ്പൊ ആകെ കിട്ടിയത് H ട്രാൻസ്പോസ് ഉണ്ട്, നമ്മുടെ ജിയും ഉണ്ട് അല്ലെ. H ട്രാൻസ്പോസ് ഉണ്ട്, ജിയും ഉണ്ട്. അപ്പൊ നമുക്ക് GH ട്രാൻസ്പോസ് ഒന്ന് എടുത്ത് നോക്കാം. CH ട്രാൻസ്പോസ് ആണ് 0 എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് തൽക്കാലം GH ട്രാൻസ്പോസ് ഒന്ന് നോക്കാം. ഓക്കെ, GH ട്രാൻസ്പോസ് ഒന്ന് നോക്കാം. അപ്പൊ GH ട്രാൻസ്പോസ് എഴുതുമ്പോൾ എങ്ങനെ വരും നോക്കാം. ആദ്യം G അതേപോലെ എഴുതി. ഇതാ നോക്കിയേ G. ഇവിടെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കിയാൽ ഈ കാണിച്ചിരിക്കുന്ന ഈ G ഞാൻ അതേപോലെ അവിടെ എഴുതി. അതേ സാധനമാണ് കൈ എഴുതിയിരിക്കുന്നത് ആണല്ലോ. ആ ജിയില് ആദ്യത്തെ ഇത്രയും കോളം കെ കോളം ഉണ്ട്, പിന്നെ n-k കോളം ഉണ്ട്. ശരി, അതേപോലെ എഴുതി. രണ്ടാമത് ഞാൻ ഈ H ട്രാൻസ്പോസ് ഉണ്ടല്ലോ, H ട്രാൻസ്പോസ് അതേപോലെ എഴുതി. ഈ H ട്രാൻസ്പോസ് ഞാൻ അതേപോലെ എഴുതി. അപ്പൊ GH ട്രാൻസ്പോസ് ആണ് ഇത്. ഒരു കാര്യം ഓർക്കുക, മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ റോയും കോളോ ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആദ്യത്തിന്റെ റോയും രണ്ടാമത്തിന്റെ കോളവും. അതുകൊണ്ടാണ് ഞാൻ ഇവിടത്തെ റോയുടെ സൈസ് ഓരോന്ന് സൂചിപ്പിച്ചത്, ഇവിടത്തെ കോളത്തിന്റെ സൈസ് അതേപോലെ സൂചിപ്പിച്ചത്. മൊത്തം സൂചിപ്പിക്കുന്ന തെറ്റൊന്നുമില്ല. പക്ഷെ നമുക്കിപ്പോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് രണ്ടുമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സിമിലർലി ഇവിടത്തെയും കോളം എഴുതാം.
ഇവിടത്തെ കോളം അറിയാം എത്ര ഉണ്ടെന്നല്ലേ. ജി 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 ഇൻറ്റു എച്ച് ട്രാൻസ്പോസ് ആണ്. അപ്പൊ നമ്മൾ അത് ആലോചിക്കുക എന്താണ് അതാ നോക്കിയേ. ജി കണ്ണനാണ്, ജി കെ എൻ ആണ്. അപ്പൊ അതേപോലെ തന്നെ വരും ഇവിടെ ജി കെ എൻ ആണ്. അപ്പൊ കോളത്തിന്റെ സൈസ് എൻ ആണ്. ഇത് നമുക്ക് അതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ കെ പ്ലസ് നമ്മളത് തന്നെ ജി കണ്ണനിൽ എന്തൊക്കെയാണ് ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് സൈസ് കെ ഉണ്ട്, അതേപോലെ പാരിറ്റി ഓഫ് സൈസ് എൻ മൈനസ് കെ. ആ സാധനം തന്നെയാണ് തൈ എഴുതിയിരിക്കുന്നത് ഈ രണ്ടെണ്ണം. സിമിലർലി അതേപോലെ ഇവിടെ എച്ചിൻ്റെത് നമ്മൾ പഠിച്ചു. എച്ച് ട്രാൻസ്പോസ് എഴുതിയപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് എച്ച് ട്രാൻസ്പോസ്. അതായത് എച്ചിന്റെ ഇവിടത്തെ ഈ റോയുടെ, അതായത് എച്ചിന്റെ ഫസ്റ്റ് റോ എഴുതിയാണ് കോളം ആയിട്ട് എഴുതിയത്. അപ്പൊ എന്ത് സംഭവിക്കും, ഇവിടത്തെ കെ ഈ വശത്ത് വരുന്ന കെ ട്രാൻസ്പോസ് എഴുതുമ്പോൾ ഈ വശത്ത് കെ വരും. അതേപോലെ ഈ വശത്തുള്ള എൻ മൈനസ് കെ ട്രാൻസ്പോസ് എഴുതുമ്പോൾ താഴത്തെ എൻ മൈനസ് കെ വരും. അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. നിങ്ങൾ സ്വന്തമായിട്ട് എടുത്ത് എഴുതി നോക്കുമ്പോൾ തന്നെ ക്ലിയർ ആവും. അപ്പൊ ജിയും എച്ച് ട്രാൻസ്പോസും വന്നു, ജിയും എച്ച് ട്രാൻസ്പോസും വന്നു. അപ്പൊ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വേണ്ടത്. നമുക്കറിയാം ഒരു കാര്യം ഓർക്കുക, ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് പ്ലസ് അല്ല, എക്സോർ അഡിഷൻ. ഫസ്റ്റ് ഇൻറ്റു ഫസ്റ്റ് പ്ലസ് എന്നുള്ളതിന് പകരം എക്സോർ അഡിഷൻ, മോഡുലോട്ട് അഡിഷൻ എന്ന് പറയും. ഫസ്റ്റ് ഇൻറ്റു ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് എലമെന്റ് പ്ലസ് എന്ന് പറയുന്നത്, ഈ പ്ലസ് എന്ന് വെച്ചാൽ മോഡിലോ ടു അഡീഷൻ ആണ്. അപ്പൊ ശ്രദ്ധിക്കുക. ഓക്കെ, ആ പോയിന്റിലോട്ട് കിടക്കാം. ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. ഞാൻ ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെന്റ് എന്ത് വരും എന്നുള്ളതാണ് എഴുതാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെന്റ് ഇത് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് റോയും ഇൻറ്റു അപ്പൊ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെന്റ് ആണ് എഴുതാൻ പോണത്. ടി എച്ച് ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെന്റ് ഞാൻ എഴുതാൻ വേണം. അപ്പൊ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എഴുതുമ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് റോ ഇൻറ്റു ഇവിടുത്തെ ഫസ്റ്റ് കോളം 1 ഇൻറ്റു P11. ശരി, പ്ലസ് 0 ഇൻറ്റു പ്ലസ് 0 ഇൻറ്റു P21 പ്ലസ് 0 ഇൻറ്റു P31. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ കെ എലമെന്റ്സ് അല്ലേ ഉള്ളത്. ഇവിടത്തെ ഈ 0 വരുന്ന ഏത് വരെയാണ് കെ എലമെന്റ്സ്. അപ്പൊ ഈ ലാസ്റ്റ് എലമെന്റ് എത്രയാണ് ഈ കെ? മനസ്സിലായ? 0 ഇൻറ്റു ഒന്നുകൂടെ പറയാം, 1 into P11 plus 0 into P21 plus 0 into P31 plus 0 into P41 etc. up to the last 0 ഏതാണ് വരുന്നത്? 0 into PK1. കാരണം എന്താണ്? ഫസ്റ്റ് എലമെന്റും ഫസ്റ്റും, സെക്കൻഡും സെക്കൻഡും, തേർഡും ഇവിടത്തെ തേർഡും. അപ്പൊ ഇവിടത്തെ ലാസ്റ്റ് കേത്തും ഇവിടത്തെ കേത്തായ PK1 ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ 0 into PK1 വരെ എത്തി. അതുവരെ എല്ലാം 0 ആയിരിക്കും. അപ്പൊ XOR 0 അങ്ങനെ പോവുകയാണ്. പ്ലസ് 0 0 ഇത് XOR ആണ്. 0 0 0 ആ രീതിയിൽ 0 വീണ്ടും 0 പ്ലസ് 0 അങ്ങനെ പോകും. ഇനി അടുത്ത നോക്കിയേ, ഇവിടെ തുടങ്ങിയാണ്. അപ്പൊ ഇവിടത്തെ കെ വരെ ആയി, ഇത് വരെ ആയി. അതായത് ഈ ലാസ്റ്റ് 0 ഈ ലാസ്റ്റ് K1 വരെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 0 into PK1 വരെ ആയി. എങ്ങനെയാണ് വന്നതെന്ന് ഓർക്കുക. ഫസ്റ്റ് എലമെന്റിന്റെ ഫസ്റ്റ്, സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ്, തേർഡ് ഇൻറ്റു തേർഡ്, ഫോർത്ത് ഇൻറ്റു ഫോർത്ത്, കെയ്ത്ത് ഇൻറ്റു ഇതാണ് കെയ്ത്ത് ഇൻറ്റു കെയ്ത്ത്, അതുവരെ ആയി. ഇനി അടുത്ത കെയ്ത്ത് കഴിഞ്ഞിട്ട് അടുത്ത എലമെന്റ് ഇതാണ് P11. അപ്പൊ P11 ഇൻറ്റു 1, അപ്പൊ XOR P11 ഇൻറ്റു 1. അടുത്ത XOR P11 ഇൻറ്റു 1 വരും. P11 ഇൻറ്റു 1. അടുത്ത P12 ഇൻറ്റു 0 അല്ലെ, P11ന്റെ കൂടെ ഈ 1. കാര്യം അടുത്ത എലമെന്റ് കെ കഴിഞ്ഞിട്ടുള്ള അടുത്ത എലമെന്റ് P11 ഇൻറ്റു 1. അടുത്ത P12 ഇൻറ്റു 0. ഇനി ബാക്കിയുള്ളതെല്ലാം 0. അപ്പൊ P11 മാത്രം 1 വരും, ബാക്കിയില്ല 0. പ്ലസ് XOR 0 അങ്ങ് പോകും. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്താണ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെന്റ് ആണ് ഞാൻ എഴുതിയത്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെന്റ് ആണ് ഞാൻ ഈ എഴുതിയത്. അതെന്ത് കിട്ടും നോക്കിയേ. P11 XOR 0 XOR P11. P11 XOR P11 എന്താണ്? P11 XOR P11 P11 XOR P11 എന്താണ്? ഇവിടെ XOR അഡിഷൻ ആണ്. 1 XOR 1 എന്താണ്? 0 0. 1 XOR 1 0 അല്ലെ. 0 XOR 1 1 ഉം
1 XOR 0 1 ആണ്, 1 XOR 1 0 ആണ്, 0 XOR 0 0 ആണ്. അപ്പൊ P11 XOR P11 എന്താണ്? സോ ദിസ് എലമെന്റ് വിൽ ബിക്കം 0. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെന്റ് എന്താണ്? 0 ആണ്. ഇനി സിമിലർലി ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ഞാൻ എഴുതാം. ബാക്കി നിങ്ങൾ അതേപോലെ നോക്കിയാൽ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ഇതേപോലെ നോക്കാം. 1 into P12. അപ്പൊ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എഴുതിയാണേ. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ആകുമ്പോൾ ഈ പൊസിഷൻ വരും. അപ്പൊ 1 into P12 ആകുമ്പോൾ P12 XOR P12 XOR. അടുത്ത നോക്കിയേ 0 into ഈ 0 into P22. 0 into P22 ആകുമ്പോൾ 0 പ്ലസ് അടുത്ത 0 into 1 2 2 2 3 2. അടുത്ത 0 into 3 2 വരും, 0 into 4 2 വരും. അങ്ങനെ പോയി അപ്പൊ ഫസ്റ്റ് ഇൻറ്റു ഇവിടത്തെ ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു ഈ സെക്കൻഡ് കോളത്തിലെ ഫസ്റ്റ് എലമെന്റ്, ഇവിടത്തെ സെക്കൻഡ് എലമെന്റ് ഇൻറ്റു സെക്കൻഡ് കോളത്തിലെ സെക്കൻഡ് എലമെന്റ്, ഇവിടത്തെ തേർഡ് എലമെന്റ് ഇൻറ്റു സെക്കൻഡ് കോളത്തിലെ തേർഡ് എലമെന്റ്. അങ്ങനെ പോയി ഇവിടത്തെ കെയ്ത്ത് എലമെന്റ് ഇൻറ്റു സെക്കൻഡ് കോളത്തിലെ കെയ്ത്ത് എലമെന്റ്. അപ്പൊ ലാസ്റ്റ് 0 ഈ 0 ഉണ്ടല്ലോ, ഈ 0 എന്തുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 0 into PK2. അതുവരെ ആയി 0 into PK2. അപ്പൊ അടുത്തത് എന്താണ്? P11 into അടുത്തത് P11 into 0. എന്താണ്? P11 into 0 0 തന്നെയാണ് അല്ലെ? K വരെ ആയപ്പോ PK2 ആയി. നോക്കുക, Kth എലമെന്റ് ആയ 0 ആയപ്പോ PK2 ആയി. അടുത്ത Kയുടെ അടുത്തത് വേണമെങ്കിൽ K+1 എന്ന് ആലോചിച്ചോ. K+1 എലമെന്റ് ആയ P11 into K+1 എലമെന്റ് ആയ 0. P11 into 0. അതിന്റെ അടുത്തത് എന്താണ്? P12 into 1. P12 into 1. അപ്പോ പ്ലസ് XOR P12. അതിന്റെ അടുത്ത എലമെന്റ് P13 into 0. P14 into 0. എക്സെട്രാ ടു ലാസ്റ്റ് എലമെന്റ് ആയ P1n-K into 0. അപ്പൊ ബാക്കി എല്ലാ 0 ആകെ വരുന്ന രണ്ടെണ്ണം മാത്രമാണ്. അപ്പൊ P12 XOR P12 വരും. ഇവിടെ വാല്യൂ എന്താണ്? 1 XOR 1 എന്താണ്? 0. സിമിലർലി P12 XOR P12 എന്താണ്? ഈസ് ആൾസോ 0. സിമിലർലി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, എല്ലാ റോയും എല്ലാ കോളോ എലമെന്റും 0 തന്നെ കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്യുക. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളവും ഫസ്റ്റ് റോ സെക്കൻഡ് കോളവും ഞാൻ പറഞ്ഞു. ഫസ്റ്റ് റോ തേർഡ് കോളം നിങ്ങൾ ചെയ്യുക, ഇതേപോലെ കിട്ടും. നമുക്ക് കിട്ടുന്നത് P13 XOR P13 എന്നായിരിക്കും. ഫസ്റ്റ് റോ ഫോർത്ത് കോളം മൾട്ടിപ്ലൈ ചെയ്യുക, P14 XOR P14 ആയിരിക്കും കിട്ടുന്നത്. സിമിലർലി സെക്കൻഡ് റോ ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന P21 XOR P21 എന്നായിരിക്കും. സെക്കൻഡ് റോ സെക്കൻഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്ക് കിട്ടുന്നത് P22 എന്നായിരിക്കും. അപ്പൊ ആ രീതിയിൽ ആലോചിച്ച് നോക്കുക. എല്ലാം P11 XOR P11, അടുത്തത് P12 XOR P12, അടുത്ത 13 XOR 13 എക്സെട്രാ. ഇനി അടുത്ത കോളത്തിൽ അടുത്ത റോയിലോട്ട് വരുമ്പോൾ P21 XOR P21. ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, എല്ലാ എലമെന്റ് ഈച്ച് ആൻഡ് എവരി എലമെന്റ് ഈസ് 0. അതായത് ഓൾ 0 എലമെന്റ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. സോ വി ക്യാൻ സിംപ്ലി റൈറ്റ് ആസ് GH ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു 0. GH ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? GH ട്രാൻസ്പോസിന് ഒരു സ്റ്റെപ്പ് കൂടെ ഉള്ളൂ. GH ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. GH ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു 0. പക്ഷെ നമുക്ക് കിട്ടേണ്ടതല്ല, CH ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു 0 ആണ് നമുക്ക് കിട്ടേണ്ടത്. CH ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ D. D കൊണ്ട് രണ്ട് വശത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ D. But DGH transpose is equal to D into 0. It is also 0. ആണല്ലോ. D into G നമ്മൾ already discuss ചെയ്തു. What is D into G? We have discussed that the code word C is equal to message D into G. D ആണ്. The code word C is equal to message D into G, where G is the generator matrix. അപ്പോൾ DG ക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം? We can write C. Therefore, we can write CH transpose is equal to 0. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. എന്തായിരുന്നു മനസ്സിലായത്? ട്രാൻസ്മിറ്റ് ചെയ്ത സിംബലും പാരിറ്റി മെട്രിക്സിന്റെ ട്രാൻസ്പോസും, അതായത് C into H ട്രാൻസ്പോസ് is equal to 0. C into H ട്രാൻസ്പോസ് is equal to 0 എന്ന് നമുക്ക് മനസ്സിലായി. ട്രാൻസ്മിറ്റ് ചെയ്ത സിംബൽ, അതായത് നമ്മൾ അയക്കുന്ന കോഡ് വേർഡും
എച്ച് ട്രാൻസ്പോസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടണം. അയക്കുന്ന കോഡ് വേർഡും എച്ച് ട്രാൻസ്പോസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടണം. വെരി വെരി ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്. കാരണം നമ്മൾ അയക്കുന്നതിൽ ഒരു തെറ്റുമില്ലെങ്കിൽ നമ്മൾ അയക്കുന്ന കോഡ് വേർഡും എച്ച് ട്രാൻസ്പോസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടണം. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഈ അയക്കുന്നത് തന്നെ റിസീവറിൽ വന്നെന്ന് വെക്കുക. റിസീവറിൽ നമുക്ക് 6 കിട്ടി, അയക്കുന്ന അതേ സി തന്നെ കിട്ടിയെങ്കിൽ എന്ത് സംഭവിക്കും? 6 × എച്ച് ട്രാൻസ്പോസ് റിസീവറിൽ എടുക്കുമ്പോൾ എന്ത് കിട്ടും? 0 തന്നെ കിട്ടും. അതായത് ഒരു എററും വന്നില്ലെങ്കിൽ നമുക്ക് അപ്പോഴേ ഉറപ്പിക്കാം ഇഫ് ദി ട്രാൻസ്മിറ്റഡ് കോഡ് വേർഡ് ഈസ് റിസീവ്ഡ് അറ്റ് ദി റിസീവർ. അയക്കുന്ന സാധനം ഒരു വ്യത്യാസവും ഇല്ലാതെ റിസീവറിൽ വന്നാൽ റിസീവറിൽ ആ റിസീവ് ചെയ്ത 6 × എച്ച് ട്രാൻസ്പോസ്, കാരണം എന്താണ്? ഒരു തെറ്റുമില്ലെങ്കിൽ R ബിക്കം സി. അയച്ച സാധനം, റിസീവ് ചെയ്ത സാധനം ഈസ് ഈക്വൽ ടു അയച്ച സാധനമായ സി. അങ്ങനെയാണെങ്കിൽ R എച്ച് ട്രാൻസ്പോസ് ഓർ സി എച്ച് ട്രാൻസ്പോസ് ബിക്കം 0. അപ്പൊ ഈ എറർ ഉണ്ടോ ഇല്ലയെന്ന് അറിയാനൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടി വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. സി എച്ച് ട്രാൻസ്പോസ് = 0 ഇസ് എ വെരി ഇമ്പോർട്ടന്റ് റിസൾട്ട്. കാരണം നമ്മൾ അയക്കുന്ന കോഡ് വേർഡും പാരിറ്റിയുടെ ഇൻവേഴ്സ് ആയ എച്ച് ട്രാൻസ്പോസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടും. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ അയച്ചതിൽ ഒരു തെറ്റുമില്ല. അയച്ച സി തന്നെയാണ് റിസീവറിൽ 6 ആയിട്ട് കിട്ടുന്നതെങ്കിൽ, അയച്ച സി തന്നെയാണ് റിസീവറിൽ 6 ആയിട്ട് കിട്ടുന്നതെങ്കിൽ ആ 6 × എച്ച് ട്രാൻസ്പോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6ഉം സിയും ഒന്നായതുകൊണ്ട് ഇറ്റ് ഷുഡ് ആൾസോ ബി 0. അപ്പൊ നമുക്ക് റിസീവറിൽ നേരെ വരുന്ന സാധനം ഇൻറ്റു എച്ച് ട്രാൻസ്പോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 0 കിട്ടുമെങ്കിൽ നോ എറർ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് 0 സം എറർ ഹാസ് ഒക്കേർഡ് എന്നുള്ളൊരു വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് അവിടെ കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Any doubts? ആരൊക്കെ അധികം വന്നത്? 17.